ഇല്ല, നമുക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ കത്തി വീശുവാണ്. വലിയൊരു വാക്കത്തിയാണ്, അതിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് രണ്ട് നാട്ടുകാരും കൂടി ഉണ്ടായിരുന്നു, അവർ കണ്ടിട്ട് പെട്ടെന്ന് പിൻവലിഞ്ഞ്. പിന്നെ നമ്മൾ യൂണിഫോമിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് അത് കത്തി താഴെ ഇടാൻ പറഞ്ഞ് വിട്ടു. ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇന്ന് ഞാൻ എന്റെ സബ് ഡിവിഷനിലെ മുഴുവൻ CIമാരെ, അതായത് പിന്നെ മാനന്തവാടി CI, അതുപോലെ തന്നെ തലപ്പുഴയുള്ള CI, തിരുനെല്ലിയുള്ള CI 3 ടീമുകളാക്കി തിരിക്കുകയും നാട്ടുകാരും ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ അതിനെ 3ആയിട്ട് തിരിച്ചു. അങ്ങനെ 3 പേര് 3 CIമാരുടെ നേതൃത്വത്തിൽ 3 സ്ഥലത്തേക്ക് സെർച്ചിനായിട്ട് പോകാനും ഉണ്ടായത്. അപ്പോൾ മാനന്തവാടി CIയുടെ കൂടെയുള്ള ടീം പോയപ്പോഴാണ് ഈ പ്രതി നമ്മൾ വീട്ടിൽ ഒളിച്ചു നിൽക്കുന്നതായിട്ട് കാണുകയും മാനന്തവാടി CI അവരെ പറഞ്ഞ് താഴോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ദൂരമുള്ള സ്ഥലത്തായി കുട്ടിയും പ്രതിയും കണ്ടെത്തി? ഒരു 300 മീറ്റർ, നേരത്തെ സൂചിപ്പിച്ച പോലെ 300ഓളം മീറ്റർ മാറി ഒരു ഒഴിഞ്ഞ വീടാണ്. ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ വീട് പൂട്ടിക്കിടക്കുന്ന വീടാണ്. അപ്പോൾ അതിന്റെ ഓട് പൊളിച്ചിട്ടാണെന്ന് തോന്നുന്നു അകത്ത് കയറിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രാഥമികമായിട്ട് ആ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കാം. പിടിച്ചപ്പോൾ ആയുധം ഉണ്ടായിരുന്നു ഇയാളുടെ? അത് ഒരു കത്തി ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കത്തിയുണ്ട്. പക്ഷെ ആ കത്തി ഉപയോഗിച്ചാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് കൂടുതൽ അന്വേഷിച്ചിട്ട് മാത്രമേ ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും കത്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാനന്തവാടി CI അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ അവരെ കൂട്ടിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് DVC സാറ് വന്നിട്ട് ഞങ്ങളെ 3-4 ടീമായിട്ട് തിരിച്ചിട്ട് പല ഭാഗങ്ങളിൽ സെർച്ച് ചെയ്യുക ചെയ്തു. ഒരു ഭാഗം തലപ്പുഴ CIയുടെ നേതൃത്വത്തിൽ സെർച്ച് ചെയ്തു, ഒരു ഭാഗം എൻ്റെ നേതൃത്വത്തിൽ സെർച്ച് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കാപ്പിത്തോട്ടം, അവിടെ ഒഴിഞ്ഞ കോറികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി വരുമ്പോൾ അങ്ങനെ ഒരു ഒഴിഞ്ഞ വീട് കണ്ട് അവിടെ പെട്ടെന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ടത്. കണ്ടപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു വലിയ വാക്കത്തിയുണ്ട്. അപ്പോൾ അതൊരു തരത്തിൽ അയാളെ കൊണ്ട് തന്നെ താഴെ ഇടിച്ച് അങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. മൊബൈൽ കണ്ടെത്തിയ അതിന് പുറകോട്ടുള്ള സ്ഥലത്താണോ? അതെ, അവിടുന്ന് ഒരു 300-400 മീറ്റർ അകലെയെന്നാണ്. അല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് മനസ്സിലാക്കും. ഇല്ല, നമുക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ കത്തി വീശുവാണ്. വലിയൊരു വാക്കത്തിയാണ്, അതിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് രണ്ട് നാട്ടുകാരും കൂടി ഉണ്ടായിരുന്നു, അവർ കണ്ടിട്ട് പെട്ടെന്ന് പിൻവലിഞ്ഞ്. പിന്നെ നമ്മൾ യൂണിഫോമിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് അത് കത്തി താഴെ ഇടാൻ പറഞ്ഞ് വിട്ടു. പിന്നെ ഇറങ്ങി വരാൻ പറഞ്ഞ് ഇറങ്ങി. ഈ കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും കുട്ടിയെ അത്ര ഒരു പേടിച്ചതായിട്ട് തോന്നിയില്ല. ഒരു പരിഭ്രമം അത്ര പരിഗണിച്ചിട്ടില്ല, ഒരു നോർമൽ ലെവലിലായിരുന്നു കുട്ടി. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാത്തതിന്റെ എന്തായിരിക്കും കാരണം? പിന്നെ അങ്ങോട്ട് വനമേഖലയാണോ അതോ അവിടെ? അല്ല, ഇന്നലെ തന്നെ പോലീസ് നന്നായിട്ട് സെർച്ചിങ് ഉണ്ട്. അപ്പൊ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവിടെ വിളിച്ചു തന്നത്.